ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. നമ്മളൊരു അടിപൊളി വെഡ്ഡിങ് കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഭംഗിയുള്ള ഒരു ഡെക്കറേഷനാണ്. ഫുൾ ഷുഗർ ബോൾസാണ്, വലുതും ചെറുതുമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ പ്യുർ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത് നട്ടി ബബിളിൻ്റെയാണ്. അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നട്ടി ബബിൾ തന്നെ ചെയ്യണം. പിന്നെ അത് 2 കിലോ വെയിറ്റ് വരുന്ന ആ ഒരു കേക്കാണ്. അപ്പോൾ ആ 2 കിലോ കേക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നട്ടി ബബിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും അതിനേക്കാൾ കൂടുതലുണ്ടാകും. അതിൻ്റെ ഫില്ലിങ്സൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഫില്ലിങ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇരട്ടി നമുക്കത് വെയിറ്റ് ഉണ്ടാവും. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒരു 2.5-2.25 കിലോ ഒക്കെ വെയിറ്റ് വരും ഫില്ലിങ്സ് കാരണം. അപ്പോൾ അങ്ങനെ തന്നെ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതേപോലെ ചെയ്തത്. കൂടുതൽ നമ്മൾ നോർമലി നമ്മളുടെ അതിൻ്റെ വെഡ്ഡിങ് കേക്കൊക്കെ കൂടുതലും വാനില സ്പഞ്ചായിരിക്കും, അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഇതൊക്കെയായിരിക്കും മിക്കവാറും ചെയ്തു വരുന്നത്. ഇത്ര ഹെവി ആയിട്ടുള്ള കേക്കുകൾ വളരെ കുറച്ചായിട്ടാണ് ആളുകൾ ചെയ്തു വരുന്നത്. ഡെക്കറേഷനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് നല്ല ടോളിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അധികം വിട്ട് വേണ്ട, നല്ല ടോളിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടൂത്ത് പിക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനുള്ളിൽ നട്ട്സും ചോക്കോ ചിപ്സും ഇതൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ സമയമെടുത്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇത് മേളിൽ ആ ഒരു ടയറാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയുള്ള കുറച്ചും കൂടി ഒരു 2 ഇഞ്ച് സ്പേസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും അങ്ങനെ മതിയെന്നൊരു കസ്റ്റമർ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതേപോലെ കൂടുതലും നല്ല വിടത്തിൽ നമ്മൾ താഴെയുള്ളത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വേണ്ട, നല്ല ടോളിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ താഴത്തെയും അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ നേരത്തെ ഇപ്പോൾ രാവിലെയാണ് നമ്മളിത് ചെയ്ത് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ കോട്ട് കൊടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സ്റ്റാക്ക് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം അത് ഫ്രിഡ്ജിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലും നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡെക്കറേഷൻ മുഴുവനും ഞാനവിടെ പോയിട്ടാണ് പിന്നെ ചെയ്തെടുത്തത്. അപ്പോൾ നല്ല ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ട്രാവൽ ചെയ്യുമ്പോഴേക്കും കുറച്ച് നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും അതിന് ഒരു ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്നിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻ ഇല്ല, പക്ഷെ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ആ ഷുഗർ ബോൾസ്. വളരെ സിമ്പിളായിട്ട് ഫുള്ളായിട്ട് ഷുഗർ ബോൾസ് ഇടുക. ചെറിയ വലുതും മീഡിയം സൈസുള്ള ഷുഗർ ബോൾസൊക്കെ ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് കവർ ചെയ്യുക. അതിന് ശേഷമാണ് പിന്നെ നമ്മളതിനകത്ത് ഫ്ലവറും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി ലുക്കായിരുന്നു. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്കായിരുന്നു. നല്ലൊരു കളറും ആ ഒരു ഭംഗി അത്ര ഇഷ്ടമായിരുന്നു. ആ ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മളതൊരു സ്റ്റേജിൽ വയ്ക്കുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു കാണാനായിട്ട്. രണ്ടും ഇതുപോലെ തന്നെ ആ കൊണ്ടുപോകുന്ന നേരത്താണ് സ്റ്റാക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഡബിൾസാണ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ ഡബിൾസ് മൊത്തത്തിൽ നമ്മളങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഫ്ലവറൊക്കെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടാണ് പേരൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടാണ് ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുപോയി വെച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.